നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ, MT എന്ന രണ്ടക്ഷരത്തിൽ അറിയുന്ന കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് വാസുവേട്ടൻ. നമ്മൾ ജന്മം കൊണ്ട് കോഴിക്കോട് ജനിച്ചതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വാസുവേട്ടൻ നമ്മുടെ വിട്ടുപോയിരിക്കുക. അദ്ദേഹവുമായിട്ട് MTയുമായിട്ട് വളരെ കാലത്തെ അടുത്ത ബന്ധം തന്നെയുണ്ട്. വളരെ കാലത്തെ. അതിപ്പോൾ സ്വാമിയൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് ജനിച്ചു വളർന്നതുകൊണ്ടും അത്യാവശ്യം വായനാശീലമൊക്കെ ഉണ്ടായതുകൊണ്ടും 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് രണ്ടാമൂഴം ഇറങ്ങുന്നത്. അതിനു മുമ്പേ സ്കൂൾ പാഠപുസ്തകങ്ങൾ സിലബസ് വായിക്കാൻ താല്പര്യമില്ലെങ്കിലും MTയുടെ കഥകളും അതുപോലെ മറ്റു പലരുടെയും, ഇപ്പോൾ കോഴിക്കോട് ഞങ്ങൾക്ക് പൊറ്റക്കാടുണ്ട്, അവിടെ വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്, ഒരുപാട് പേരുണ്ട്. MTയെ ഒരുപാട് ഓർമ്മകളാണ്. ഞങ്ങൾ കുറേ പേര് നമ്മൾ ഈ പലപ്പോഴും MTയെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പം ചിലർ പറഞ്ഞു, നമുക്കൊന്ന് കാണാൻ എന്താണ് വഴി സ്വാമി. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു കേരളത്തെ അടുത്തറിയുക എന്നുള്ളൊരു പ്രോഗ്രാം ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിലെ പ്രിയപ്പെട്ട ആളുകളെയൊക്കെ, കേരളത്തെയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളവർക്ക് മലബാറിനെ കൂടുതൽ അറിയാത്തത് കൊണ്ട് കേരളവും കേരളത്തിൻ്റെ ഭക്ഷണവും കേരളത്തിലെ സാഹിത്യകാരന്മാരും കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണുക. അങ്ങനെ MT, മറ്റേ കോട്ടയ്ക്കലെ PS വാര്യർ, അങ്ങനെയുള്ള പലരെയും ഞങ്ങൾ യാത്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ആളുകളുമായിട്ടാണ് MTയുടെ അടുത്തേക്ക് പോകുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്കും കുറച്ചൊരു ഇതുണ്ട്. കാരണം ചില സമയത്ത് ഈ പറഞ്ഞ പോലെ വാസുവേട്ടനൊരു മൂടൊന്നും ഇല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അന്നും ഇതേപോലെ ഞങ്ങൾ പോയപ്പം ഒന്നും പറയാതെ ഇങ്ങനെ അങ്ങനെ എന്താണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ ഈ വന്നവർക്കൊക്കെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മളെ നോക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ പതുക്കെ വാരണസിയെക്കുറിച്ച് പറഞ്ഞു. വാരണസി വായിച്ചിട്ട് അദ്ദേഹത്തിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി വാരണസി വായിച്ചു കഴിഞ്ഞ ഉടനെ നേരെ വാരണസി കാണാൻ പോയത്. വാരണസിയിൽ പോകുന്നത് അങ്ങനെയാണ്. ചെറിയ പുസ്തകമാണ്, വായിച്ചു കഴിഞ്ഞാൽ ആരും വാരണസിക്ക് വണ്ടി കയറും എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം കുറച്ചൊന്ന് വളരെ സജീവമായി നമ്മൾ എല്ലാം വളരെ നന്നായിട്ട് അങ്ങോട്ട് വാരണസിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി. അത് നമ്മുടെ കൂട്ടത്തിൽ വന്നവർക്കൊന്നും അത് മറക്കാൻ സാധിക്കില്ല. MTയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് MT വിടവാങ്ങിയത് വന്നപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിൽ പറയുന്ന ആ വരികളാണ്. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖമെന്ന്. മലയാളിയെ ഇത്രമേൽ ഒരു സമുദ്രം കണക്കെ അവരൊക്കെ വാഴ്ന്നിട്ടുള്ള ഈശ്വരൻ എന്നതിനെക്കുറിച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ MT എന്ന മഹാനായ സാഹിത്യകാരൻ്റെ സൃഷ്ടികൾ അതൊരു സമുദ്രം പോലെയാണ്. അതിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒരുപാട് നമുക്ക് പറയുമ്പം എങ്ങനെ പറയണം, എവിടെ പറയണം, അദ്ദേഹത്തിൻ്റെ ചേർത്ത് പിടിക്കലും എല്ലാം. തിരൂർ തുഞ്ചൻ പറമ്പിൽ അദ്ദേഹമാണല്ലോ അതിൻ്റെ എല്ലാമായിരുന്ന ആൾ. അപ്പോൾ തുഞ്ചൻ പറമ്പിൽ വെച്ച് RSSൻ്റെ ഒരു കൂട്ടം ആളുകൾ അവിടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കെ നമ്മളെ ആക്രമിക്കുകയുണ്ടായി.
അങ്ങനെ അതിൽ നിന്ന് നമ്മൾ അവിടുന്ന് ഓടി എം ടിയുടെ മുറിക്കകത്തേക്കാണ് കയറിയത്. അദ്ദേഹം അവിടെ ഇല്ല, കോഴിക്കോടാണ്. അപ്പോൾ ആ മുറി ചെയർമാൻ്റെ മുറി ലോക്ക് ചെയ്തിടാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റി. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഡെസ്കൊക്കെ മേശയൊക്കെ വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ്. കാരണം ഇവർ കുറേ പേരുണ്ടായിരുന്നു. നമുക്ക് യാതൊരു വിധത്തിലുള്ള മുൻകരുതലോ കാര്യങ്ങളോ ഒന്നുമില്ല. മുൻപിൽ ഗേറ്റ്, തുഞ്ചൻപറമ്പിൻ്റെ ഗേറ്റ് അടച്ചിട്ടിട്ടാണ് അതൊക്കെ ചെയ്തത്. ഉടനെ എം ടി വിവരം അറിയുന്നു. പിന്നെ നമ്മൾ കോട്ടയ്ക്കൽ വെച്ച് ഞങ്ങൾ കാണുന്നു. അന്ന് തന്നെ അത് 2 ദിവസം ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കാണുമ്പോൾ നമ്മളെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, എന്താ എന്താ ഭയപ്പെട്ടോ, എന്ത് പറ്റി, എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങയുടെ മുറിയിലേക്കാണ് ഓടി അത് തുറന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിലേക്ക് കയറാൻ പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയേനെ എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ എം ടി ചിരിക്കില്ല എന്നൊക്കെയാണ് പറയുക, പക്ഷേ നമ്മളോട് പലപ്പോഴും ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യും. അന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞൊരു തമാശയുണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞത്, വാസുവേട്ടൻ എന്ന് പറയും നമ്മൾ, വാസുവേട്ട ഇത് ഈ തുഞ്ചൻപറമ്പിലേക്കൊക്കെ അങ്ങനെ കയറുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ക്ഷേത്രം പോലെ കരുതുന്ന സ്ഥലമല്ലേ, അത് അവിടേക്ക് അങ്ങനെ കയറി ഒരു ആക്രമണം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സാമൂഹ്യ വിരുദ്ധർക്ക് തുഞ്ചൻപറമ്പും വെളിപ്പറമ്പും ഒക്കെ ഒരുപോലെയാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം ചിരിച്ചു, അദ്ദേഹത്തിൻ്റെ സഹജമായ ചിരി. അങ്ങനെ കോഴിക്കോട് വരുമ്പോഴൊക്കെ പോയി കാണുക. അപ്പോൾ അന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടുകയൊന്നും വേണ്ട, ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മഹാഭാരതം, സ്കൂൾ ഓഫ് ഭഗവത്ഗീത ആദിപർവവും സഭാപർവവും 2 പർവ്വങ്ങളായിട്ട് അത് പ്രസിദ്ധീകരിച്ചപ്പം, അതുപോലെ തന്നെ അതിൻ്റെ മുഴുവൻ DTP ചെയ്ത് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അതേപോലെ ഈ 2 വോളിയം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പം അത് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴൊക്കെ മഹാഭാരതത്തെക്കുറിച്ച് ഒറ്റയ്ക്കാണെങ്കിൽ വളരെ നന്നായിട്ട് സംസാരിക്കും. പുസ്തകങ്ങളെക്കുറിച്ച്, ലോകത്തിലെ മറ്റു പല പുസ്തകങ്ങൾ, ഏതൊക്കെ പുസ്തകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത് മഹാഭാരതത്തിന് തത്തുല്യമായിട്ടുള്ള അതിലെ ചില കഥാപാത്രങ്ങളുടെ അനുസൃതമായിട്ടുള്ള കഥാപാത്രങ്ങളെ കുറിച്ച്. അപ്പോൾ അന്ന് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു, 2-ാം ഊഴം സന്യാസിയൊക്കെ ആവുന്നതിന് മുമ്പേ പഠിക്കുന്ന കാലത്ത് വായിച്ചിരുന്നു, പക്ഷേ അതിന് ശേഷം ഇതൊക്കെ പഠിച്ചതിന് ശേഷം വായിക്കുമ്പം ഈ 2-ാം ഊഴത്തെക്കുറിച്ച് കുറേ വിമർശനങ്ങളൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ അങ്ങ് മഹാഭാരതത്തിൽ വ്യാസർ പറഞ്ഞത് തന്നെയാണല്ലോ. അപ്പോൾ അതേ വളരെ കാര്യമായിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞു, അതെ അതാണ്, അതായത് ഈ മഹാഭാരതം വായിച്ചവർക്കൊന്നും പ്രശ്നമില്ല, അത് വായിക്കാത്തവർക്കാണ് എന്നുള്ളത്. അപ്പം മഹാഭാരതത്തിൽ തന്നെ വ്യാസർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അദ്ദേഹത്തിനോട് പറയും. ഇതിനെ വിപുലീകരിക്കാനും വ്യത്യസ്ത വഴികളിലൂടെ യാത്ര ചെയ്യാനും ഒക്കെ ഉള്ള വരുന്ന ലോകത്തിലെ എഴുത്തുകാർക്കുള്ള ഒരു സ്വാതന്ത്ര്യം, സമ്മതപത്രം വ്യാസൻ മഹാഭാരതത്തിൽ നടത്തിയത്, ഇതൊക്കെ നമുക്ക് അദ്ദേഹവുമായിട്ട് പറയാനും അതിനൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ ഉള്ള പ്രതികരണവും വളരെ ഒരു അങ്ങേയറ്റം ഒരു പിതൃതുല്യനായിട്ട്, ഗുരുസ്ഥാനീയനായിട്ട് ഒക്കെ എല്ലാവർക്കും നമുക്കറിയാം. ഇത് പറയുമ്പോൾ എം ടിയുമായിട്ടുള്ള ഒരിക്കലെങ്കിലും അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ളവർക്കറിയാം, ഒരു വളരെ കർക്കശമാർന്ന ഒരാളെന്ന് ദൂരെന്ന് തോന്നുമെങ്കിലും അങ്ങേയറ്റത്തെ സ്നേഹവായ്പും കരുതലും ഒക്കെ ഉള്ളൊരു ഒരാളാണ്. അത് പിന്നെ നമ്മുടെ തന്നെ സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ വളരെ അടുപ്പമുള്ള കോട്ടയ്ക്കലിലെ രാഗിണിയുണ്ട്. അവരുമായിട്ടും എം ടിക്ക് വളരെ നല്ല അടുപ്പാണ്. പിന്നെ രാഗിണിയോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പം സ്വാമിയുടെ കാര്യമൊക്കെ അദ്ദേഹം അന്വേഷിക്കും, എങ്ങനെ ഇരിക്കണു സ്വാമി എന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളിലുമൊക്കെ വളരെ ഒരു മുത്തശ്ശനെ പോലെയൊക്കെയാണ്
ഈ കുശലാന്വേഷണങ്ങൾ നടത്തുന്നതും കാര്യങ്ങളൊക്കെ പറയാനും ഇതിലുമൊക്കെ. അപ്പോൾ നമ്മളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ പ്രസംഗം മാത്രമല്ല എഴുതലും വേണം എന്നവർ. അങ്ങനെ നമ്മളെ എഴുതാൻ അനുഗ്രഹിക്കുകയും പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് എഴുതാൻ പേടിയാണെന്നാണ്. ഇപ്പോൾ ഓർക്കുമ്പോൾ ഇനി കാണാൻ ആ ശരീരം കൊണ്ട്, ഭൗതികമായ ശരീരം കൊണ്ട് അടുത്തിരിക്കാൻ, അടുത്ത് കാണാൻ സാധിക്കില്ലല്ലോ എന്നറിയുമ്പോഴുള്ള ഒരു വിഷമമുണ്ട്. അതിലപ്പുറത്ത് ഒരു മനുഷ്യന് എന്താ, ഒരു മനുഷ്യൻ്റെ സാധ്യത എത്രയൊക്കെ ഒരാൾക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ അത് വല്ലാത്ത ഒന്നാണ്. അവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകൾ എത്ര നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വെച്ച ഈ പഞ്ചാഗ്നിയൊക്കെ സിനിമയുടെ ഷൂട്ടിങ്, ആ പഞ്ചാഗ്നി സിനിമ ഷൂട്ടിങ് മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. അവിടെ നമ്മുടെ തന്നെ കൂടെ പഠിച്ച ബാലചന്ദ്രൻ്റെ കോഴിപ്പുറത്ത് ഇല്ലത്ത് വെച്ചായിരുന്നു അതിലെ ഷൂട്ടിങ് നടന്നത്. അവിടെ പോയിരുന്ന് അവിടെ പിന്നെ സിനിമക്കാർക്ക് കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴിച്ച് സിനിമ ഷൂട്ടിങ്ങും കണ്ട്. അപ്പോൾ അദ്ദേഹം 1-2 വട്ടം അവിടെ വന്നിട്ടുണ്ട്. അതല്ലാതെ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് MTയെ കാണാൻ, വാസുവേട്ടനെ കാണാൻ അത്ര വിഷമമുള്ള ഒരാളല്ല. പല പരിപാടികളിലും ഒക്കെ കോഴിക്കോട്ടുകാരോ എല്ലാവരോടും പ്രത്യേക താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കോഴിക്കോട്ടുകാരോട് ഒരു പ്രത്യേക അടുപ്പമൊക്കെ ഉണ്ട്. അത് ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്നാണല്ലോ. MT എഴുതിയത്, ഇപ്പോൾ നമ്മൾ ഓരോരോ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വേറിട്ട വഴിയിൽ എഴുതിയിട്ടുള്ള, നമ്മൾ വടക്കൻ വീരഗാഥ ചന്തുവിനെക്കുറിച്ച് പറയുമ്പോഴും ഭീമനെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങിയാലാണ് ആ ഗവേഷണം, എന്തൊരു ഗവേഷണമാണ് നടത്തിയത്, എന്നിട്ടാണ് അതൊക്കെ എഴുതിയിട്ടുള്ളത്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ അതായത് MT ചെയ്തിട്ടുള്ളത് ഈ വ്യവസ്ഥീകരിക്കപ്പെട്ട മനസ്സുകളെയൊക്കെ തന്നെ അത് വല്ലാതെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ മഹാഭാരതമൊക്കെ നമ്മൾ കരുതിയിരിക്കുന്ന ഒന്നുണ്ട്. അത് വാസ്തവത്തിൽ നമ്മുടെ കേവലം ആരൊക്കെയോ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതൊക്കെ നമ്മുടെ കണ്ടീഷൻഡ് മൈൻഡാണ്, വ്യവസ്ഥീകരിക്കപ്പെട്ടതാണ്. ആ വ്യവസ്ഥീകരിക്കപ്പെട്ട മനസ്സിലേക്കാണ് MT പ്രവേശിച്ചിട്ടുള്ളത്. അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ച പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുന്നത്, നമ്മൾ വായിച്ച പുസ്തകങ്ങളിൽ വീണ്ടും വീണ്ടും വായിക്കുന്നതാണ് ഈ വാരണസി. എന്തോ നമുക്കതിൽ ഒരുപാട് കാശിയുടെ ചരിത്രം പറയുന്ന അതിമനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നത് MTയെ വായിക്കാത്ത മലയാളി നമുക്ക് കേരളത്തിൽ നമുക്ക് തോന്നുന്നത് എണ്ണിയെടുക്കാൻ പറ്റുമായിരിക്കും. പറയാൻ പറ്റില്ല. ഈ MT തന്നെ പറയാറുണ്ട്, അക്ഷരവിരോധികളെന്ന് MT എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതും ഉണ്ടാവാം. പക്ഷെ എന്നാലും വായിക്കാത്തവർ വളരെ എന്താ പറയുക, ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരെ നമുക്ക് മലയാളിയായിട്ട് പരിഗണിക്കാനും പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആ വിയോഗം അതൊരു താൽക്കാലികമായിട്ടുള്ള ദേഹവിയോഗമായി കാണുന്നു. അതിനപ്പുറത്ത് നേരത്തെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിലെ 2 വരികൾ പറഞ്ഞതുപോലെ, ആഴമേറും നിൻമഹസാം ആഴിയിൽ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. അത് അങ്ങേ തീർത്ത മഹാസാഗര തുല്യമായ സാഹിത്യലോകത്തിൽ ഞങ്ങൾ വാഴുന്നു സുഖമായിരിക്കും. അങ്ങേക്ക് 1000 നമോവാകം. നമസ്കാരം.